ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം സഭയെ വളർത്താനായി സ്വർഗത്തിൽ നിന്നും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിലൂടെയും മിനിസ്ട്രികളിലൂടെയും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന റിവൈവൽ ഫയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അട്ടപ്പാടി സെഹിയോൻ മിനിസ്ട്രിയിലൂടെ ദൈവം ആരംഭിച്ച ശുശ്രൂഷകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. 1994 തിരുപ്പട്ടം സ്വീകരിച്ച ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ അട്ടപ്പാടിയിലെ കാരറ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കെ മുഴുവൻ സമയ വചന പ്രഘോഷണത്തിനായി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടു. അതിരൂപത അധ്യക്ഷനിൽ നിന്നും അനുമതി ലഭിച്ച അച്ഛൻ തന്നോടൊപ്പം ചേർന്ന ഏതാനും ശുശ്രൂഷകരെ കൂടെ കൂട്ടി അട്ടപ്പാടി താവളത്തുണ്ടായിരുന്ന സെയിന്റ് ജോസഫ് ബോയ്സ് ഹോമിൽ താമസിച്ച് വചന ശുശ്രൂഷകൾ ആരംഭിച്ചു. വളരെ പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമുള്ളപ്പോൾ തന്നെ താമസിച്ചുള്ള ധ്യാനങ്ങളും ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ആരംഭിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ അച്ഛനിലുണ്ടായ അടക്കാനാവാത്ത സുവിശേഷ തീക്ഷ്ണതയാണ് അസൗകര്യങ്ങളും പരിമിതികളും വകവയ്ക്കാതെ താമസിച്ചുള്ള ധ്യാനങ്ങൾ പോലും ആരംഭിക്കാൻ കാരണമായത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യത്തിലും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും ആദ്യത്തെ ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങളിൽ 5 പേര്, 7 പേര്, 12 പേര്, 15 പേര്, 18 പേര്, ഇങ്ങനത്തെ നമ്പർ വച്ചിട്ടാണ് താമസിച്ചുള്ള ധ്യാനങ്ങൾ ആദ്യം നടത്തുന്നത്. ഈ 12 പേരെ വെച്ച് 5 ദിവസം താമസിച്ചുള്ള ധ്യാനങ്ങൾ നടന്നത്. അത് പക്ഷേ പരിശുദ്ധാത്മാവ് അന്നത്തെ സ്ഥിതിയിൽ നമുക്ക് അത്രേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അന്ന് അത്രയും പിഴ കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ ശക്തി പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഒരു 20 പേരെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് 20 പേരെ കൊണ്ടുവരും. അങ്ങനെ സ്ലോലി വർഷങ്ങളെടുത്ത് കുറച്ച് കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്ത് ധ്യാനിപ്പിക്കാനുള്ള. അപ്പോൾ മനസ്സുകൊണ്ടും ശുശ്രൂഷ കൃപകൾ കൊണ്ടും വളരുന്നതനുസരിച്ച് ശുശ്രൂഷ കേന്ദ്രത്തെയും പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തി. ആദ്യത്തെ കാലത്ത് ആകെ 4 ടോയ്ലറ്റ്, ബോയ്സ് ഹോമിലുണ്ടായിരുന്ന 4-5 ടോയ്ലറ്റ് കൊണ്ടാണ് ഈ ശുശ്രൂഷകർ വരുന്ന ധ്യാനത്തിക്കാൻ വരുന്നവരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് ധ്യാനം നടത്താൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു ധ്യാനം പുരുഷന്മാർക്ക് വെച്ചാൽ ഒരു ധ്യാനം സ്ത്രീകൾക്ക്, അങ്ങനെ സെപ്പറേറ്റ് അന്നത്തെ സ്ഥിതിയിൽ അതേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് കർത്താവ് കൂട്ടി ചേർത്തു. പിന്നെ വർഷങ്ങൾ കഴിയും തോറും 200-ആയി, 300-ആയി, 400-ആയി, 500-ആയി. ഒരു തവണ 1000 പേര് വന്ന് താമസിച്ചുള്ള ധ്യാനം ഞാൻ ഓർക്കുന്നുണ്ട്. 1000-ഓളം പേര് വന്ന് ഇവിടെ ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് ഇവിടെ കടന്ന് പരിസരത്തെ വീടുകളിൽ കൊണ്ട് താമസിപ്പിച്ച് ധ്യാനിച്ച ഒരു സാഹചര്യം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ സ്ലോലി പരിശുദ്ധാത്മാവ് ഇതിനെ അങ്ങോട്ട് അഭിഷേകം ചെയ്തു. അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് അതിന് ശുശ്രൂഷയ്ക്ക് പറ്റിയ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ധാരാളം അൽമായ ശുശ്രൂഷകർ കൂട്ടിച്ചേർത്തു. അതുപോലെ അൽമായർ ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു. സാബു കാസർഗോഡ്, ഫ്രാൻസിസ് നിലമ്പൂർ, അതുപോലെ റാഫേൽ മാപ്രാണി, ഇങ്ങനെ ഒരുപാട്, വർഗീസ് നെല്ലിക്കാമല, ഇങ്ങനെ ഒരുപാട് പേരെ കർത്താവ് കൂട്ടിച്ചേർത്തു. രാത്രിയുടെ കൂരിരുട്ടിൽ കടലിൽ വീണുപോയ മനുഷ്യനെ പോലെ പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം കണ്ണുമടച്ച് അനുസരിക്കുവാൻ തയ്യാറാകുന്നവരെ അവിടുന്ന് അത്ഭുതകരമായി വളർത്തുന്ന കാഴ്ചയാണ് പിന്നീട് സെഹിയോനിൽ കാണാൻ കഴിഞ്ഞത്. അട്ടപ്പാടി ഗിരിനിരകളെ അഭിഷേകത്തിന്റെ അഗ്നിയിറങ്ങുന്ന മലനിരകളാക്കി ആത്മാവ് ഉയർത്തി. അതുപോലെ വൈദികരായിട്ട് സോജി ഓലിക്കലച്ചനെ ആദ്യം അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ റെനി പുല്ലുകാലച്ചനെ കൊണ്ടുവന്നു. പിന്നെ ബിനോയ് കരിമരുതങ്ങളച്ചനെ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് സിസ്റ്റർ ബെനിറ്റാമ തുടക്കം തൊട്ട് തന്നെ പരിശുദ്ധാത്മാവ് 1994 തൊട്ട് തന്നെ അട്ടപ്പാടിയിലെ ഇടവക വികാരി ആയിരിക്കുമ്പോൾ തന്നെ സുവിശേഷ വേലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിയോഗം ബെനിറ്റാമയ്ക്ക് സിസ്റ്റർ കൊടുത്തു. അങ്ങനെ ബെനിറ്റാമ അന്ന് തൊട്ട് സുവിശേഷ വേലയെ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അനേകം പേരെ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് കൂട്ടിച്ചേർത്തു. അനേകം പേരെ ഹോം മിഷൻ വീടുകൾ തോറും പോയി ഇറങ്ങി സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അനേകം പേരെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ എല്ലാം പരിണത ഫലമായി ഇതിങ്ങനെ വളർന്ന് പിന്നെ ഏകദിന കൺവെൻഷൻ വളർന്ന് അത് ഒരു 10-45 പേരുണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രയർ ഗ്രൂപ്പ് അത് വളർന്ന് അത് 200-ആയി, 500-ആയി, 1000-ആയി, 2000-ആയി, 5000, 10000. പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ആദ്യ വെള്ളിയാഴ്ച 80,000 പേര് വന്ന ഒരു ആദ്യ വെള്ളിയ കൺവെൻഷൻ ഞാൻ ഓർമ്മിക്കുകയാണ്. അത്രയും വലിയ ശുശ്രൂഷയായിട്ട് ഏകദിന കൺവെൻഷനെ കർത്താവ് അങ്ങോട്ട് ഉയർത്തി.
അപ്പോൾ എല്ലാം അതിനനുസരിച്ച് സ്ഥലങ്ങൾ കർത്താവിന് കൂട്ടി, ഈ 50,000 പേര് വന്ന അക്കോമഡേറ്റിൻ്റെ സ്ഥലം അതിനനുസരിച്ച് കർത്താവ് കൂട്ടിച്ചേർത്തു. അതിനനുസരിച്ച് ടോയ്ലറ്റ്, എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് കർത്താവ് യോജിപ്പിച്ചുകൊണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഉല്ലൂക്കാരനച്ഛനാണ് ഫൊറോന വികാരിയായിരിക്കുന്ന അച്ഛൻ. ആ ഉല്ലൂക്കാരച്ഛനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്ദേശം കൊടുത്തു, നിങ്ങൾ നനച്ചാൽ ഞാൻ വളർത്തും. അപ്പം അത് പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നിങ്ങൾ നനച്ചാൽ ഞാൻ വളർത്തും. അപ്പോൾ ഇവിടെ ഉള്ളവർ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടാൽ കർത്താവ് അതിനെ വലിയ ഒരു വടവൃക്ഷമാക്കി വളർത്തുമെന്ന് കർത്താവ് ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അതുപോലെ തന്നെ പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് കാണാൻ ദൈവം ഇടവരുത്തി. 1997 ഏപ്രിൽ 30 പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് താവളത്തുണ്ടായിരുന്ന ബോയ്സ് ഹോമിൽ സെഹിയോൻ എന്ന പേരിൽ ഒരു ധ്യാനകേന്ദ്രം സ്ഥാപിക്കുകയും പ്രഥമ ഡയറക്ടറായി ഫാദർ സേവ്യർ ഖാൻ വട്ടായിലിനെ നിയമിക്കുകയും ചെയ്തു. 1998 ഏപ്രിൽ 28 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ആദ്യത്തെ വചനഹാൾ ആശീർവദിച്ചു. ബഹുമാനപ്പെട്ട ജോസ് കൊച്ചുപറമ്പിലച്ചൻ, ബഹുമാനപ്പെട്ട വിൻസെന്റ് ഉല്ലൂക്കാരനച്ചൻ, ബഹുമാനപ്പെട്ട ജോസ് കുളമ്പിലച്ചൻ തുടങ്ങിയ വൈദികരുടെ നിസ്തുലമായ സഹായം ഇക്കാലയളവിൽ ധ്യാന ശുശ്രൂഷകളിൽ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാട് രൂപതയുടെ ചുമതല ഏറ്റെടുത്തത് 1997 ഫെബ്രുവരി മാസം 1 ആയിരുന്നു. സെഹിയോൻ ധ്യാനകേന്ദ്രം ആരംഭിച്ചത് 1997 ഏപ്രിൽ മാസം 30 ആയിരുന്നു. അതിനു മുൻപം അട്ടപ്പാടി മേഖലയിൽ അഗളി പള്ളിയിൽ എല്ലാ 2ാം ശനിയാഴ്ചകളിലും ഏകദിന പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ താവളം ഫൊറോന പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഏകദിന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. അച്ഛന്മാർ വളരെ സജീവമായിട്ട് ആ ശുശ്രൂഷകൾ നടത്തുന്നതിൽ താല്പര്യമെടുത്തിരുന്നു. വട്ടായിച്ചനും സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. വട്ടായിച്ചൻ അക്കാലത്ത് കാററ പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് സെഹിയോൻ എന്നുള്ള പേരിൽ താവളത്ത് രൂപതവക ഉണ്ടായിരുന്നതായ ഒരു ബോയ്സ് ഹോമിലെ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടത്. വട്ടായിച്ചനെ ഞാനതിൻ്റെ ഡയറക്ടറായിട്ട് നിയമിച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 1998, 1 വർഷം കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 28 അവിടെ ഒരു വചന ഹോളെല്ലാം നിർമ്മിക്കപ്പെട്ട് ധ്യാനകേന്ദ്രം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. വളരെയേറെ പേര് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു. വളരെയേറെ അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷകളാണ് അവിടെ നടത്തപ്പെട്ടത്. ആ സ്ഥലത്തിന് അഭിഷേകമുണ്ടായിരുന്നു, ശുശ്രൂഷകൾക്ക് അഭിഷേകമുണ്ടായിരുന്നു, ശുശ്രൂഷകർ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് അവിടെ വരുന്നവർക്ക്, പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചിരുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആ ധ്യാനകേന്ദ്രം വളർന്നു. പോട്ട ആശ്രമത്തിൽ പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് മദ്യപാനശീലം ഉപേക്ഷിച്ച് നവീനത്തിലേക്ക് കടന്നു വന്ന മാത്തുക്കുട്ടി വടക്കേടത്ത് ബഹുമാനപ്പെട്ട വട്ടാലച്ചനോടൊപ്പം ചേർന്ന ആദ്യകാല ശുശ്രൂഷകരിൽ ഒരാളാണ്. അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിവരങ്ങളൊക്കെ എല്ലാം പറഞ്ഞു, ഞാൻ കാരുടെ വികാരിയാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അച്ഛനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ നമ്മൾ താവളത്തൊരു ധ്യാനകേന്ദ്രം തുടങ്ങാണ്ടിരിക്കും, അപ്പോൾ മാത്തുക്കുടിച്ചൻ എന്നൊരു കാര്യം അങ്ങോട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞായറാഴ്ച വീട്ടിലുണ്ട്, വീടുകളിൽ പ്രാർത്ഥിക്കണം, വ്യാഴാഴ്ച പള്ളിയിലുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച ഇവിടെ വന്ന് ആ ബോയ്സ് ഹോമിലെ ചെറിയ റൂമിലിരുന്ന്, ഇന്നിപ്പോൾ അവിടെ ഒരു ചെറിയ ഓഫീസ് റൂമായിട്ടിരിക്കുന്നത്, അതിനകത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ബുധനാഴ്ച പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ അച്ഛൻ
അത് കഴിഞ്ഞ് പറഞ്ഞു മാത്തുക്കുറിഞ്ഞിട്ട് കഴിച്ച് ഫുൾ ടൈമിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഫുൾ ടൈം സാധിക്കുകയില്ല, കാരണം വീട്ടിൽ പിള്ളേരുണ്ട്, കടകളൊക്കെ അടച്ചിട്ടേച്ചെല്ലാം വരുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യം, വെള്ളിയാഴ്ച ഏകദിനത്തിന് വന്നാൽ മതി, വ്യാഴാഴ്ച വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വെള്ളിയാഴ്ച പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പിന്നെ താമസിച്ചുള്ള ധ്യാനം കൂടി പറഞ്ഞു, ഒരാഴ്ച ഈ ധ്യാനത്തിൽ ശുശ്രൂഷയ്ക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വന്നോളാം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ധ്യാനത്തിന് വലിയൊരു താല്പര്യമായി നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് അനുഭവം കിട്ടുമെന്ന് ഇവിടെ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അച്ഛനോട് ഒരാഴ്ച ശുശ്രൂഷ ചെയ്തു. ഞാൻ വെള്ളിയാഴ്ച വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഇന്ന് കഴിഞ്ഞ അച്ഛനോട് പിന്നെ ഇവിടെ ഓരോ ശുശ്രൂഷ, അത് മധ്യസ്ഥ പ്രാർത്ഥന അച്ഛനിരിക്കാൻ പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന് മറ്റു പല ശുശ്രൂഷകളും അച്ഛൻ തന്നിരുന്നു. ഇതെല്ലാം ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്ന ദൈവഹിതം നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട വട്ടായിലച്ഛൻ്റെ ശ്രദ്ധ മുഴുവൻ. തൻ്റെ ആരോഗ്യവും ഭക്ഷണമെല്ലാം മറന്ന് പ്രാർത്ഥനയുടെയും ശുശ്രൂഷയുടെയും ആൾരൂപമായി ആ യുവവൈദികൻ രൂപാന്തരപ്പെട്ടതിൻ്റെ ഓർമ്മകളാണ് മാത്തുക്കുട്ടിച്ചേട്ടൻ്റെ മനസ്സ് നിറയെ. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയാവും അച്ഛൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ. അപ്പോൾ അവിടുന്ന് അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് മുകളിലേക്ക് നടന്നു പോകാണെങ്കിൽ അപ്പം അച്ഛൻ കാലിൻ്റെ വിരലെല്ലാം നീരും കെട്ടി വെള്ളം തിന്നിട്ട് ഈ ചുവരൊക്കെ ഒഴുകുന്നുണ്ട്, കാലിൽ നീര് ആകെ ചീഞ്ഞളിഞ്ഞ് വിരലിൻ്റെ ഇടം മുഴുവൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇതിങ്ങനെ ഈ ചെളിക്കൂടെ അന്നൊരു വരുമ്പോൾ മാത്രമേ ഉള്ളൂ, നോക്കി ഈ ചെളിക്കൂടെ അച്ഛൻ എങ്ങനെ നടന്നു പോകും, 2 ചെരുപ്പ് മേടിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നാളെ 2 ചെരുപ്പ് മേടിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന്. ഉടനെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അച്ഛൻ 2 പ്ലാസ്റ്റിക് കവറ് 50 പൈസയുടെ 2 കവറ് അടുക്കളയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് അത് അച്ഛൻ്റെ കാലതിനകത്തേക്ക് കെട്ടി അച്ഛനെ കയ്യെ പിടിച്ച് മുകളിൽ കൊണ്ട് ഇപ്പം വിനിയോഗിച്ച് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അച്ഛനെ അവിടെ ഇരുത്തി ഞങ്ങൾ. എന്ന് വെച്ചാൽ അച്ഛൻ നിങ്ങൾ പൊക്കോ, ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ ചെയ്ത് അങ്ങനെ അച്ഛൻ ദിവസങ്ങൾ ത്യാഗങ്ങൾ സഹിച്ച് അച്ഛൻ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നു. ചെരുപ്പ് മേടിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല. അങ്ങനെ ഇരുന്ന അച്ഛനെ ശുശ്രൂഷ മേഖലയിൽ അങ്ങനെ അച്ഛനോടായിട്ട് കൂടുതൽ സഹകരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദൈവ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കാൻ തുടങ്ങും. ചില പ്രചോദനങ്ങളിലൂടെയും ചില തോന്നലുകളുടെയും ആത്മാവ് നമ്മെ നയിക്കും. അത് തിരിച്ചറിയാൻ സാധിക്കുക എന്നത് വലിയ ദൈവാനുഗ്രഹമാണ്. സഹിയോൻ മിനിസ്ട്രീസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ദീർഘകാലം ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട ഫാദർ ബിനോയ് കരിമരുതിങ്കലച്ഛനെ തൻ്റെ ആദ്യ ധ്യാന ശുശ്രൂഷയ്ക്കായി 3 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് ഒരുക്കി കഴിഞ്ഞിരുന്നു. ഞാൻ ഓർക്കാണ്, പരിശുദ്ധാത്മാവ് ഓരോ സമയത്തോ ഓരോ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ ഒരുങ്ങുമ്പോൾ അതിനെപ്പോഴും നമ്മൾ കാത് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഓർക്കാണ് ഒരു സംഭവം, ഞാൻ ഈ മൈനർ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കരമായ ഒരു ആഗ്രഹം, വചനം ധാരാളം വായിക്കാനും പഠിക്കാം. അങ്ങനെ മേജർ സെമിനാരിയിൽ ഫിലോസഫി കോട്ടയത്ത് വടവാൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ബൈബിൾ റീഡിങ്ങിന് ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് ഒരു യോഹന്നാ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ വചനം തന്നു. ആ വചനഭാഗം എന്നാണ്, കുളക്കരയിൽ കിടക്കുന്ന തറവാതിരോയി കർത്താവ് സുഖപ്പെടുന്ന ഭാഗമാണ്. അപ്പം ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഇൻസൈറ്റ് കിട്ടി. ഇൻസൈറ്റ് ഇതാണ്, അനുഗ്രഹങ്ങളിൽ മതി മറന്ന് ദൈവത്തെ മറക്കരുത്. അപ്പോൾ വചനം കിട്ടുമ്പോൾ എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ വചനം ഇങ്ങനെ എഴുതിയിട്ടു. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടും ഞാൻ ചിലപ്പോൾ അത് മറന്നുപോയ ചില സംഭവങ്ങൾ അതെല്ലാം ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോയി സംസാരിച്ചു. അതിനുശേഷം ബൈബിളിൽ വേറെ ചില വചനങ്ങൾ ഓർമ്മയിൽ ഒന്നുകയും കുറിച്ച് വെച്ചു. എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, വേറെ ചില ജീവിതത്തിലെ വല്ല സംഭവങ്ങൾ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലാസ് ഒരുങ്ങാവുന്ന ഒരു 1.5 മണിക്കൂർ ടോക്ക് എടുക്കാവുന്ന രീതിയിൽ അങ്ങനെ വന്നു. ഈ അനുഗ്രഹങ്ങൾ മതി മറന്ന് ദൈവത്തെ മറക്കരുത്, ഈ ഒരു വിഷയം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ എനിക്കതൊന്നും ഉപകാരപ്പെട്ടില്ല. എന്നാൽ റീജൻസിക്ക് വേണ്ടി അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് അതിനുശേഷം റീജൻസി അവിടെ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് വരുന്നത്. അപ്പോൾ ഞായറാഴ്ചയാണ് താമസമുള്ള ധ്യാനം ആരംഭിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് മംഗളഡാം എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ഇടവക ധ്യാനം ആരംഭിക്കുകയാണ്. അപ്പോൾ വട്ടാലച്ചൻ സാബു ബ്രദറൊക്കെ അവരൊക്കെ മംഗളഡാം പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകും. ഇവിടെ സോജി ഓലിക്കലച്ചൻ ധ്യാനിപ്പിക്കും, എവിടെ സഹിയോനില്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു മംഗളഡാമിന് പോരെ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ സഞ്ചി നോക്കി അച്ഛൻ്റെ പിന്നാലെ മംഗളഡാം പള്ളിയിൽ അവിടെ ചെന്ന് ഉച്ച കഴിഞ്ഞ് ധ്യാനം ആരംഭിക്കുന്നു. വട്ടാലച്ചൻ കുർബാന അർപ്പിക്കുന്നു. കുർബാന അർപ്പണം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ്റെ ടോക്ക്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുർബാനയ്ക്ക് ഞാൻ ബ്രദർ എന്നതിൽ എൻ്റെ വെസ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ കുർബാനയ്ക്ക് സൈഡിൽ നിന്ന് കൂടുന്നു. അപ്പോൾ അച്ഛൻ വെസ്റ്റ്മെൻറ്റ്സ് മാറാൻ വേണ്ടി സംഗീതത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ പാട്ട് പാടുന്ന നമ്മൾ ടോമിച്ചേട്ടനൊക്കെ, അപ്പോൾ പാട്ട് എങ്ങനെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ സൈഡിൽ നിന്നുകൊണ്ട് ഈ ആൾക്കാരെ എങ്ങനെ കൈയടിപ്പിക്കുക അങ്ങനെയാണൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പിന്നെ സാധാരണ ഒരു പാട്ട് പാടിയ സ്തുതിപ്പങ്ങ് ആകുമ്പോഴത്തേക്കും ഈ അച്ഛൻ കയറി വരുമല്ലോ, പ്രസംഗിക്കുന്ന അച്ഛൻ. പക്ഷേ ഈ സ്തുതിപ്പങ്ങ് കുറച്ച് നീണ്ട വട്ടാഴ്ച വരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സംഗീതത്തിലേക്ക് നോക്കി, പക്ഷേ അച്ഛൻ അവിടെ നടന്ന് കൊന്തയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സ്തുതിപ്പങ്ങ് തീരാറായപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ എവിടെ നിന്ന് കണ്ടു പഠിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് നോക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ എല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ആദ്യത്തെ ക്ലാസ് ബ്രദർ എടുക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു ഇടിവെറ്റ് ഏറ്റതുപോലെ. കാരണം കാരണം ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ഇന്നവരെ മുതിർന്നവർക്കുള്ള ക്ലാസ് എടുത്തിട്ടില്ല, വചനപ്രഘോഷം നടത്തിയിട്ടില്ല, പിന്നെ ഉടുപ്പ് കിട്ടിയിട്ടില്ല, പക്ഷേ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അച്ഛൻ്റെ തമാശ പറയുന്നതായിരിക്കും, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞായിരിക്കും വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അച്ഛാ, പിന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെയാണെങ്കിൽ അച്ഛൻ കുറച്ച് നേരത്തെങ്കിലും എന്നോട് പറയാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നോട് പരിശുദ്ധാത്മാവ് എപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ഇറങ്ങിപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ കയ്യെ പിടിച്ച് അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് എന്തെങ്കിലും അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. കാരണം എനിക്ക് അതുപോലെ മനസ്സിൽ വിഷമം. കാരണം ബൈബിൾ പോലും എടുത്തിട്ടില്ല, ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ചോദിച്ചാണെങ്കിൽ സ്തുതിപ്പിക്കാൻ നീട്ടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥന നീട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ പെട്ടെന്ന് വട്ടാലച്ചൻ അവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടിച്ചിട്ട് 10 സെക്കൻഡ് എന്നിട്ട് കണ്ണു തുറന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എടുക്കേണ്ട വിഷയം ഇതാണ്, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ 2 കണ്ണുകളും ബംഗൾഡാം പള്ളിയുടെ ആൾത്താരിൽ നിന്ന് കണ്ണുനീര് താഴേക്ക്. ഞാൻ ചിന്തിക്കുകയാണ്, 3 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു ഇൻസൈറ്റിന് പുറകിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പദ്ധതിയുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അത്ഭുതമാണ് സത്യത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ബിനോയ് അച്ഛൻ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ 1987, 88, 89 കാലഘട്ടത്തിൽ തൃത്തമലയിൽ ഇൻറ്റൻസീവ് കാറ്റഗറീസിന് പോകുമ്പോൾ അച്ഛനെ കണ്ടു. അവിടെ ബ്രദറായിരിക്കുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്. അന്ന് തൊട്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു തീ അച്ഛൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും അച്ഛനെ പങ്കാളിയാക്കാനുണ്ട്. അന്ന് ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അന്നത്തെ കാറ്റഗിസത്തിൻ്റെ ഫോർമേഷനിലെല്ലാം പങ്കാളിയാക്കാൻ പരിശുദ്ധാത്മാവ് പ്രത്യേകം തോന്നിപ്പിച്ചു. അതുകൊണ്ട് അച്ഛനെ വിളിച്ചു. പിന്നെ ഞാനിവിടെ സെഗിയോൻ മിനിസ്ട്രീസ് സെഗിയോൻ ധ്യാനകേന്ദ്രം തുടങ്ങിയ കാലഘട്ടത്തിൽ അച്ഛനെ വന്ന് കോളേജ് സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ചു. ആ സമയത്ത് വന്ന് സഹായിച്ചു. പിന്നെ ബ്രദറായി സെമിനാരിൽ ചേർന്നു, അപ്പോൾ വന്ന് സഹായിച്ചു. അപ്പോഴെല്ലാം പിന്നെ അതിന് വൈദികനായ ശേഷം ഇവിടെ അസിസ്റ്റൻ്റ് അഭിവന്യ മനത്തോടെ പിതാവ് അച്ഛനെ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചു. ആ സമയത്തിൽ അച്ഛനിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് പരിത്യാഗ അരൂപിയിലുള്ളൊരു ജീവിതം, ലോകത്തെ മുഴുവൻ മാഡ് ഓഫ് ഗോഡ്. അച്ഛനെ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് മാഡ് ഓഫ് ഗോഡ്, ദൈവത്തിന് വേണ്ടി ടോട്ടലായിട്ട് സറണ്ടർ ചെയ്തു. ഇനി ഒന്നുമില്ല, ലോകമില്ല, ഒന്നുമില്ല, സ്വന്തം ബന്ധങ്ങളില്ല, അപ്പനമ്മമാരില്ല, ഫ്രണ്ട്സില്ല, നാടില്ല, വീടില്ല, സർവ്വതും പരിത്യജിച്ച്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 14:33 ശരിക്കും അന്വർത്ഥമായതിൽ എനിക്ക് തോന്നി, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കാത്ത ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല. എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ത്യാഗത്തിൻ്റെ അരൂപി അച്ഛനിൽ വിളങ്ങി നിന്നു. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ്റെ ശുശ്രൂഷകൾക്കായി ആരംഭകാലം മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ശക്തി പകർന്നവരാണ് ഗൂളിക്കടവ് CMC കോൺവെന്റിലെ സിസ്റ്റേഴ്സ്. മുഴുവൻ സമയ വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ താവളം സെയിൻറ് ജോസഫ് ബോയ്സ് ഹോമിലേക്ക് കടന്നു വന്നപ്പോൾ പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നതും ഗൂളിക്കടവിലെ CMC സിസ്റ്റേഴ്സ് ആയിരുന്നു. ധ്യാനകേന്ദ്രത്തിൽ ആരംഭിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗൂളിക്കടവ് മഠത്തിൽ ആരംഭിച്ചു. അത് വട്ടായിലച്ചൻ അവിടെ വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെ തുടങ്ങിയത്. 1 വർഷത്തോളം നീണ്ടുനിന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സെഹിയോൻ എന്ന പേരിട്ടതും. അതിനെ തുടർന്ന് സ്ഥലം എവിടെ വേണമെന്ന് ആലോചിക്കുകയും അങ്ങനെ കുറേ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് താവളം തന്നെ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ആദ്യമായിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇടവകക്കാർ അച്ഛനെ താവളം ബോയ്സ് ഹോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മദർ പറഞ്ഞു, വട്ടായിലച്ചൻ പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്,
ഈ അട്ടപ്പാടിയിൽ ഒരു ധ്യാനകേന്ദ്രം വരിക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് സിസ്റ്റർ പോയി ആ വരുന്ന ജനത്തെയും സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു വാ എന്ന് പറഞ്ഞ് എന്നെ ഗൂളിക്കടവിൽ നിന്ന് താവളത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇവർക്ക് കൊടുക്കാനുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെയായി ഞാനിവിടെ വന്ന് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ അന്ന് കണ്ട ഒരു കാഴ്ച ഇതാണ്. അവിടെ നിന്ന് ഒത്തിരി വണ്ടികളും ആളുകളും ഒക്കെ വന്നു. അപ്പോൾ ആ ജനത്തിൻ്റെ വികാരങ്ങളും ആ ജനത്തിൻ്റെ സ്നേഹപ്രകടനങ്ങളും കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വട്ടായിലച്ചൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു പുരോഹിതനാണെന്നും കർത്താവ് പ്രത്യേകം നിയോഗിച്ച വ്യക്തിയാണെന്നും ആ നിമിഷം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തക്ക വിധമാണ് അവിടെ ആ ജനത്തിൻ്റെ കൂടെ അച്ഛൻ നിന്നതും അച്ഛൻ അവരെ പറഞ്ഞു വിട്ടതൊക്കെ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. അന്നു മുതൽ ഇന്നു വരെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വാക്കുകളെ അനുസരിച്ച് ഇന്നു വരെ ഈ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എന്നെ അനുവദിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഒരു യുവ വൈദികൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് മുൻപിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമർപ്പണം നടത്തിയപ്പോൾ സെഹ്യോൻ മിനിസ്ട്രിയുടെ ആദ്യ നാളുകളിൽ ദൈവം ഈ മിനിസ്ട്രിയോട് കൂട്ടിച്ചേർത്ത ഏതാനും ശുശ്രൂഷകരെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ കണ്ണും പൂട്ടി അനുസരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറെടുക്കുന്നവർക്ക് തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സഹപ്രവർത്തകരെ പരിശുദ്ധാത്മാവ് തന്നെ തെരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവരുമെന്ന് ഇതോടെ നമുക്ക് ബോധ്യമായി. ഇനിയും ആത്മാവ് തരുന്ന പ്രചോദനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ധീരതയോടെ മുന്നിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. സെഹ്യോൻ മിനിസ്ട്രിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.